സാറിൻ്റെ വണ്ടർല, ചിറ്റപ്പള്ളി സ്ക്വയർ അല്ലെങ്കിൽ വികാൽ ഡെവലപ്പേഴ്സ് ഇതെല്ലാം വലിയൊരു ലാർജ് വിഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. ദാറ്റ്സ് വിസിബിൾ വിത്ത് എ ലിസ്റ്റഡ് കമ്പനി ഓൾസോ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിഷൻ ഉണ്ടെന്ന് ഒരു കാര്യം, ആ വിഷനിൽ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മൈൻഡ് സെറ്റിൽ നമുക്ക് വി ഷുഡ് ഹാവ് എ ഗുഡ് റിസ്ക് ക്യാപിറ്റൽ ഓൾസോ അല്ലേ? ഇത് റിസ്ക് വിഷനും തമ്മിൽ എങ്ങനെയാണ് സാർ? ഹൗ യു കണക്ട്? ആക്ച്വലി ഞാൻ തുടങ്ങിയത് എല്ലാം സക്സസ് ആണെന്ന് പറയാനൊന്നും പറ്റില്ല. അതായത് ധാരാളം ഫെയിലിയർ സ്റ്റോറികളും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അത് പലരും അറിയുന്നില്ല എന്ന് മാത്രം. അതായത് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വി ഗാർഡിൻ്റെ പബ്ലിക് ഇഷ്യൂവിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഒരു എമൗണ്ട്, നല്ലൊരു 1/3 ഓഫ് ദി എമൗണ്ട് വാസ് dedicated for to start a cable factory. Cable factory, that again underground cables. Okay. Actually അതിനായിരുന്നു 1/3 എമൗണ്ട് മാറ്റി വെച്ചിരുന്നത്. ആ ഒരു ഉദ്ദേശം പറഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ DRSPയിൽ എഴുതിയത് പോലും. എനിവേ, എന്നിട്ട് then we started the underground cable. Underground cable means very big one. Yeah. Then we started the company, we imported... You started another company for that? No, factory. Okay. By that time, we were having house wiring cables. അത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. പ്ലസ് ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. Then we started this underground cable factory, but somehow that was not profitable for us. I don't know what was the reason for that, but somehow that division became a liability for us. Because we were supplying to the major supplier is government departments, electricity board. Getting payment from them was quite difficult. That's another ball game. That's a different ball game. So I say we miserably failed. And we decided to stop the production. We decided to scrap the machineries. We sold the second-hand machineries to some African countries and all. And we... As a scrap you sold? Yeah, but we used the factory premises again for house wiring cables. So there will be setbacks, there will be failures.